ക്ഷമ നല്ലതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്ഷമിക്കുന്നത് ഒരു ദൈവിക ഗുണമാണെന്ന്. പക്ഷേ അവിടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അധികമായാൽ അമൃതും വിഷമാണെന്ന്. സോ സ്റ്റോപ്പ് ഗിവിങ് പീപ്പിൾ സെക്കൻഡ് ചാൻസസ്. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തു, നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, നമ്മളെ ഹേർട്ട് ചെയ്തു. നമ്മൾ അവരെ ക്ഷമിക്കുമ്പോൾ, അവരോട് നമ്മൾ ക്ഷമിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ഇറ്റ്സ് ഓക്കെ ടു റിപ്പീറ്റ് ഇറ്റ്. ഇവൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവളുടെ അടുത്ത് ഇത് വീണ്ടും ആവർത്തിക്കാം. ഇവൻ ക്ഷമിച്ചോളൂ അല്ലെങ്കിൽ ഇവൾ ക്ഷമിച്ചോളൂ. നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്, ആളുകൾ മാറിയിട്ടുണ്ടായിരിക്കുമെന്ന്. ഞാൻ ക്ഷമയോടുകൂടെ കാത്തിരുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ക്ഷമിച്ചത് കൊണ്ടല്ലേ അവർ മാറിയതെന്ന്. ഒരിക്കലുമല്ല. ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. ആളുകൾ മാറുന്നത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. സോ അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ എപ്പോഴും നമ്മളെ അകറ്റി നിർത്തണം. നമ്മുടെ ഊർജത്തെ ഇല്ലാതാക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ എപ്പോഴും നമ്മളെ അകറ്റി നിർത്തണം. നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ ശാന്തി ഇതെപ്പോഴും നമ്മൾ സംരക്ഷിക്കണം. ഇതൊരിക്കലും മറ്റൊരാൾക്ക് നശിപ്പിക്കാൻ കഴിയരുത്. വർക്ക് അവേ ഫ്രം പീപ്പിൾ ഹു ഓൺലി ഷോ അപ്പ് വെൻ ഇറ്റ്സ് കൺവീനിയൻറ്റ് ടു ദം. അതെ, അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അകന്നു പോവുക തന്നെ വേണം. നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് അത്.